ഗൈസ് വെൽക്കം ടു ചാനൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്ന ഗുരുവായൂരാണ്. എന്ത് സംഭവം പറഞ്ഞാൽ അനിയത്തിന് ഡാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ എന്ത് ഡാൻസ് ആണെന്നൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാനും പപ്പയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്. അവരൊക്കെ കാറിൽ വരും. കാറിൽ സീറ്റില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും ട്രെയിനിൽ പോകാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നേരെ അങ്ങോട്ട് പോകണം. ഓക്കെ. അപ്പോൾ കാണുന്ന അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും ട്രെയിനിലത്തെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത്. ഓക്കെ. കോഴിക്കോട് എത്തിയിട്ടോ. കോഴിക്കോട് എത്തിയിട്ട് നല്ല തിരക്ക്. എനിക്ക് ഇരുന്ന് സീറ്റ് കിട്ടി. പിന്നെന്താ പറയുക, അവിടെ എത്തിയിട്ടില്ല. ഞാൻ അവിടെ എത്തിയിട്ട് ഫസ്റ്റ് കാണുന്ന ഇവിടെയാണ് നമ്മൾ കയറിയത്. ഇത് നേരെ പോവാണ്. ഇനി എന്താ ചെയ്യേണ്ടത് അറിയില്ല. നോക്കട്ടെ. നമ്മളിപ്പോൾ ഇവിടെ പോകുന്ന പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഗുരുവായൂർ ബസ്സിൽ കയറാനാണ് പ്ലാൻ. ഓക്കെ. നമ്മളാണെങ്കിൽ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ബൂസ്റ്റും പപ്പയാണെങ്കിൽ ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കഴിക്കാൻ വേണ്ടി കഴിക്കാം. ബസ്സിൽ യാത്ര എത്ര മണിക്കൂറുണ്ടെന്ന് അറിയില്ല. എത്തിയിട്ട് ബൂസ്റ്റ് എത്തി. പിന്നെ ലേറ്റായിട്ട് കഴിക്കാൻ ഒരു പൊറോട്ടയും കുറച്ച് സാലഡും ഒരു മുട്ടയും വാങ്ങിയിട്ടുണ്ട്. ലേറ്റായിട്ട് ചെറുതായിട്ട് വലിയ കാര്യമായിട്ട് കഴിക്കുന്നില്ല. പപ്പയാണ് ഒരു മുട്ട മാത്രം. നമ്മൾ ഇവിടെ വന്നു നിൽക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട് ബസ്സിന്, ഗുരുവായൂർ ബസ്സിന്. അപ്പോൾ എന്താ പ്രശ്നം പറഞ്ഞാൽ അവിടെ എന്താ ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളാണെങ്കിൽ ഗുരുവായൂർ എത്തിയിട്ട് അപ്പോൾ അപ്പോൾ റൂമിലേക്ക് പോവാണ്. ചേട്ടായി എല്ലാവരും അവിടെ ഉണ്ട്. ഓക്കെ. അവിടെ സെറ്റ് ചെയ്യാൻ റൂം കാണിക്കാം. നമ്മൾ 4 മിനിറ്റിൽ നടക്കാൻ വേണ്ടി ലൊക്കേഷൻ അയച്ചു തന്നിട്ട് നമുക്ക് എന്തായാലും. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ റൂമിലെത്തിയല്ലോ. അതന്നെ ഇവരെ ദിവസം നേരത്തെ നമ്മൾ കുറച്ച് ലേറ്റ് ആയി. ഓക്കെ. അപ്പോൾ ഗൈസ് ചെറുതായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. എന്നാലും ഫുഡ് കഴിച്ചൊന്നും കാണിക്കാൻ പറ്റില്ല. അങ്ങനെ കിടന്നു. പിന്നെ മുമ്പിലാണെങ്കിൽ 2 മണിക്ക് എഴുന്നേറ്റ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ടായി ഞങ്ങൾക്ക് എടുക്കാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ചെയ്യാൻ എടുത്ത് കാണിച്ചതാണ്. ഓക്കെ. പിന്നെന്താ പറയുക, ലാസ്റ്റ് ഞാൻ ഫോട്ടോ കാണിച്ചതാണ്. പിന്നെ ഞങ്ങൾ 7 മണിക്കാകുമ്പോൾ 7 മണിക്ക് പിന്നീട് തുടങ്ങി. ഗൈസ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഓഡിറ്റോറിയം കണ്ടുപിടിക്കണം. പിന്നെന്താ പറയുക, ഞങ്ങൾ റോഹിത് ചേട്ടാ ഇവിടെ ആക്കിയിട്ട് നമ്മൾ പോയി വേണ്ടി ബാക്കി എല്ലാവരും കൂട്ടാൻ പോകണം. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോവാണ് ഓഡിറ്റോറിയത്തിലേക്ക് കേട്ടോ. ഓക്കെ. ഈ അമ്പലത്തിൻ്റെ ഉള്ളിലാട്ടോ ഓഡിറ്റോറിയം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഫസ്റ്റ് ടൈമാണ് കയറുന്നത് തന്നെ. അപ്പോൾ നോക്കാം. നമ്മൾ സീറ്റ് പിടിച്ചു കേട്ടോ. എന്താ പറയുക, മുട്ടിൻ്റെ ഡാൻസാണെന്ന് തോന്നുന്നു. ഫസ്റ്റില്ല ആൻറ്റി അവിടെ നിൽക്കുന്നുണ്ട്. കുഞ്ഞാപ്പ അവിടെ ഉണ്ട്. അങ്ങനെയല്ലേ. അപ്പോൾ എന്താ പറയുക, നമുക്ക് നോക്കാം പരിപാടി അങ്ങനെ അടിപൊളിയാണോ എന്നൊക്കെ നോക്കാം. ഓക്കെ. ഭരതനാട്യം മുന്തിരി പഠിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ഡാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കളിച്ചെന്ന് തന്നെ പറയാം. മുന്തിരി നല്ല രസമുണ്ടായിരുന്നു അവളെ കാണാൻ വേണ്ടിയിട്ടും. പിന്നെ എന്താ പറയുക, സൂപ്പറായി കളിച്ച് നല്ല പരിപാടി കഴിഞ്ഞു കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്ര ഫോട്ടോ എടുക്കുക എല്ലാവരും കൂടി നേരെ പോവാം. അങ്ങനെയാണ് ഷീമാൻ്റെ അങ്കിളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷീമാൻ്റെ അറിയുന്ന ആൾക്കാരറിയാം. ഷീമാൻ്റെയൊക്കെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും കൂടി ചേർന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല മനോഹരമായ ഫോട്ടോ ഒക്കെ എടുത്തു. എന്താ പറയുക, ഷീമാൻ്റെ ആണെങ്കിൽ മനോഹരമായ ചലങ്ങൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കോപ്പിയാണെങ്കിൽ മൂഡ് ഓഫ് പറയില്ല. ഞങ്ങൾ മസാല ദോശ ഓർഡർ ചെയ്ത് എല്ലാവരുടെ ഉണ്ട്. എല്ലാവരും ഓരോരോ ഡിഷുകളാണ് ഓർഡർ ചെയ്തത്. ഫുഡുകൾ എന്താ പറയുക, മാറി കഴിഞ്ഞിട്ട് മുന്തിൻ്റെ പോലെ ഇതാണ് കണ്ടില്ലേ. ഇപ്പോഴൊന്ന് ആശ്വാസമായെന്ന് പറയുന്നുണ്ടായിരുന്നു മുന്തിരി. ഭംഗിയിലെ കുളം കണ്ടിട്ടോ. ഇഷ്ടംപോലെ മീനുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ എല്ലാ പരിപാടി കഴിഞ്ഞു. ഞാനും പപ്പയും കൂടി ട്രെയിൻ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്താ പറയുക, ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടെ നിന്ന് ബസ്സിലേക്ക് പോകും. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നേരെ കാഞ്ഞങ്ങാടേക്ക്. ഓക്കെ. എല്ലാ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. ഞാൻ പപ്പയും എത്തിയത്. അമ്മയും എല്ലാവരും ഓൺ ദ വേ ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, വലിയൊരു ലോങ് വീഡിയോ ആണ്. 2 ദിവസം ഇന്നത്തെയും മൊത്തം 2 ദിവസത്തെ ട്രാവൽ വീഡിയോസും പിന്നെ അവിടുത്തെ ഡാൻസിൻ്റെ വീഡിയോസും എല്ലാം ചേർത്തൊരു വ്ളോഗാണ് ഇത്. എനിക്ക് ഇത്ര ലെങ്തിയുള്ള വീഡിയോ ഞാൻ ആദ്യമായിട്ടായി. പക്ഷെ കുറേ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടാവും. അത് എല്ലാം ശരി. പിന്നെ അനിയത്തിൻ്റെ ഫുൾ ഡാൻസിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് വേണമെങ്കിൽ ഒരു നല്ല അടിപൊളി കമൻസ് ഒക്കെ. ഓക്കെ. ഞാൻ ധാരാളം. ഓക്കെ. ഞാൻ പറയുന്നത് 20 കമൻസ് ഉണ്ടെങ്കിൽ ധാരാളം. അത് ഞാൻ
അപ്പോൾ എന്തായാലും കോപ്പറേറ്റ് വരുന്നത് പേടിച്ചിട്ടാണ് ഞാൻ പകുതി കട്ടായിട്ട് ഇരുന്നത്. പിന്നെന്താ പറയുക, അപ്പോൾ എൻ്റെ വലിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലെങ്ത് കൂടുതലാണെന്ന് പറയാൻ പാടുള്ളൂ. എനിക്ക് കുറേ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിച്ചുകൊണ്ട് നല്ല കമൻസ് ഇടുക. എൻ്റെ തെറ്റുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ തീർത്തും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്